ചേട്ടാ, ചേന്നമംഗലത്ത് 3 പേരുടെ ജീവൻ പോയതിൻ്റെ ഒരു നടുക്കത്തിലാണ് നമ്മളിപ്പോൾ കേരളം മുഴുവൻ ഇരിക്കുന്നത്. അതെ. ഈ 3 പേരും മരണപ്പെട്ടിരിക്കുന്നത് ഋതു എന്ന് പറയുന്ന ഒരാളുടെ ആക്രമണത്തിലാണ്. ഈ ഋതു ഒരു സ്ഥിരം ക്രിമിനലായിരുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. എല്ലാവരുടെയും ഒരു പബ്ലിക് ന്യൂസൻസ് ആയിരുന്നു അവൻ കുറേ നാളുകൾ കൊണ്ട്. അതായത് ആ നാട്ടുകാർക്കൊരു തലവേദനയായിരുന്നു ഈ ചെറുപ്പക്കാരൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്ന്, ഈ ചെറുപ്പക്കാരൻ നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള ലഹരി ഉപയോഗം ഉള്ള വ്യക്തി ആണ് എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരൻ പ്രശ്നം ഉണ്ടാക്കുന്നത് ലഹരി ഉപയോഗിച്ച ശേഷം കാണിക്കുന്ന വിക്രിയകളെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പോൾ അവിടെ വളരെ ഇതായിട്ട് തന്നെ വളരെ സുലഭമായിട്ട് തന്നെ ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗത്തിന്, അതായത് ഇയാൾ ഈ ബഹളം കാണിക്കുന്നത് ശരിയാണ്, പക്ഷേ അവിടെ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് എന്നൊരു ഇതുകൂടെ ഉണ്ട്. കാര്യം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ നാട്ടുകാർ ശരിക്കും ഞെട്ടുകയായിരുന്നു. ഈ പറയുന്ന ഋതു എന്ന ഈ ചെറുപ്പക്കാരന് എന്തോ ഒരു ഭയങ്കരമായ വ്യക്തിവിരോധം ഉള്ളതുപോലെയാണ് വേണു എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മരുമകൾ, അദ്ദേഹത്തിൻ്റെ മകൻ, 2 കുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു. ആ കുഞ്ഞു കുട്ടികളുടെ ഭാഗ്യത്തിനാണ് ആ കുട്ടികൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് ആ പിഞ്ചു കുട്ടികളെ ഈ പറയുന്ന അങ്ങനെ തന്നെ പറയണം. കാര്യം കമ്പി കൊണ്ട്, അതായത് ഒരു വൈരാഗ്യം തീർക്കുന്നത് പോലെ ഈ സംഭവം നടന്നതിന് ശേഷം പോലും അയാൾക്കൊരു കുറ്റബോധം പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല. അതായത് നാട്ടുകാർക്ക് നിരന്തരം പരാതി, അതായത് പലരും പറയുന്നത് 5ഓളം പരാതി ഈ പറയുന്ന മയക്കുമരുന്നിന് അടിമയായ ഈ വ്യക്തിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തത്. ഇതേ വിനീഷ കൊടുത്ത പരാതി, അതായത് കൊല്ലപ്പെട്ട പരാതിയുണ്ട്. വിനീഷയ്ക്കെതിരെയും അടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീക്കെതിരെയും അപവാദ പ്രചരണം നടത്തിയതിന്റെ പേരിലാണ് വിനീഷ പരാതി കൊടുത്തത്. ആ വിനീഷയെ തല്ലാനായിട്ടും ഭീഷണിയൊക്കെ ആയിട്ട് വന്നപ്പോ ഇവരിത് ഫോണിൽ പകർത്തി. അപ്പൊ ഈ ഫോൺ പിടിച്ചു വാങ്ങി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അല്ലാതെ ഏതോ ഒരു വീട്ടിലൊരു പൂച്ചയൊക്കെ ചൊല്ലി ഒരു കുഞ്ഞുകുട്ടി, അതായത് കുഞ്ഞു കുട്ടികളെടുത്ത് വരെ, വളരെ 12 വയസ്സുള്ള 13 വയസ്സുള്ള കുട്ടികളെടുത്ത് വരെ ഇയാള് ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, മാനസിക രോഗിയാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവന്റെ അച്ഛൻ അത് കാണിച്ചാണ് ഇവരുടെ അടുത്തൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ വീട്ടുകാർക്ക് ഇവനെ എവിടെയെങ്കിലും പിടിച്ചിരുത്തിക്കൂടെ? അല്ലെന്നുണ്ടെങ്കിൽ ഈ 5 തവണ പോലീസിന്റെ മുന്നിൽ 5 തവണയെങ്കിലും പെറ്റീഷൻ പോയെങ്കിൽ പോലീസ് ഇത് ഈ സംഭവം നടന്ന ശേഷം അത് ഇങ്ങനെ ആയിരുന്നു എന്ന് നിസ്സാരമായിട്ട് പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. വിനിഷയുടെ കംപ്ലൈന്റിലും പോലീസ് ജസ്റ്റ് വിളിച്ചു വരുത്തി കാര്യം ചോദിച്ചു വിട്ടു. ഇതൊക്കെ ഒരു ശരിയായ നടപടി ആണോ എന്ന്. ഇതിവിടെ ഹണി റോസ് ഒന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ തന്നെ ബോച്ചയെ പൊക്കിയെടുത്ത് അകത്തിട്ട ആൾക്കാരാണ്. വിനിഷയെ പോലെയുള്ള സ്ത്രീകള്, വിനിഷ മാത്രമല്ല, വിനിഷയെ പോലെയുള്ള സ്ത്രീകള് ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്തു തിരിച്ചു വിട്ടത് ഇവനെ പോലെ ഒരാളെ. അല്ല, ഈ സംഭവം നടന്ന ശേഷം നാം കണ്ടിട്ടുള്ളത്, നമ്മൾ ഈ കണ്ട പല വാർത്തകളിലും നമ്മൾ കണ്ടത്, ഇവനൊരു ന്യൂസൻസ് ആയിരുന്നു, ഇവനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു, ഇവൻ്റെ വീട്ടുകാർ തന്നെ ഇവന് മാനസിക രോഗമാണെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനെ ഇങ്ങനെയുള്ളവരെ ഇറക്കിയത്? പോലീസിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട്? പോലീസിന് അവനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ പോലീസിന് അവരുടെ പെരുമാറിക്കൂടെ? അതൊക്കെ ഇവർക്ക് അറിയാവുന്നതല്ലേ. എത്രയുണ്ട് മയക്കുമരുന്ന് ഡി അഡിക്ഷൻ സെന്ററുകളിൽ? ഏതെങ്കിലും ഒരിടത്തേക്ക് അവനെ അങ്ങ് മാറ്റിയാൽ പോരെ? അപ്പോൾ ഒരു കുടുംബത്തിന്റെ ജീവൻ, ആ കൊച്ചുകുട്ടികളുടെ ഭാഗ്യത്തിനാണ് ആ കുട്ടികളെ രക്ഷപ്പെട്ടത്. ഭാഗ്യം എന്ന് പറയുമ്പോഴും അച്ഛനും അമ്മയും ഇല്ല. ആ മകൻ അതിതീവ്രമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, മാറുമോ? ഒരു നിമിഷ നേരം കൊണ്ട് അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. ഇയാള് മാനസിക രോഗി എന്ന് പറയുകയാണെങ്കിൽ മാനസിക രോഗത്തിന് പുറമെ ഇദ്ദേഹം മയക്കുമരുന്ന് കൂടെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രജ്ഞയും ബോധവും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ അഴിച്ചു വിട്ടു. ബാക്കിയുള്ളവരെ, അതൊക്കെ ഇവിടെ ഈ പറയുന്ന നിയമവും നിയമവ്യവസ്ഥയും പോലീസും ഒക്കെ ഉണ്ടായിരുന്നിട്ട് എന്ത് സംഭവിച്ചു? പറഞ്ഞത് ഇതിന്റെ പരാതി കൊടുക്കുന്നവരുടെ തൂക്കം കൂടി നോക്കിയിട്ടായിരിക്കാം. മീൻസ് സമൂഹത്തിൽ അവരുടെ സ്റ്റാറ്റസും കൂടി നോക്കിയിട്ടോ, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ എന്തെങ്കിലും ഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ പരാതിക്കാരാവുകയാണ് ചെയ്യുന്നത്. അല്ല ഐശ്വര്യ, ഇതിനകത്ത് സാധാരണക്കാരന്റെ ജീവന്, അതാണ് എൻ്റെ അർത്ഥം. സാധാരണക്കാരനായ ഞാനോ നിങ്ങളോ ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്ക് മേൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവനും സ്വത്തിനും ഹാനി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഒരു നിസാര മട്ടിൽ ഉദ്യോഗസ്ഥർ ക്രമസമാധാനം നോക്കേണ്ട ഉദ്യോഗസ്ഥർ ഇത്രയേ ഉള്ളൂ, നിസാരം, അവന് രോഗിയായിരുന്നു, ആർക്ക് നഷ്ടം?
ആർക്ക് നഷ്ടം? ആ കുടുംബത്തിന് നഷ്ടം. അത്രയല്ലേ ഉള്ളൂ. അതെ, ഉറപ്പായിട്ടും. ആടിനെ പട്ടിയാക്കുന്ന ഒരു ഇതാണ് സാധാരണക്കാരനുണ്ടാകുന്നത്. നമ്മളൊരു കേസിന് നമുക്കുണ്ടാകുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയും, സാറേ നിങ്ങൾ തന്നത് പരാതിയിൽ ആടെന്നായിരുന്നു, പക്ഷെ ശരിക്കും അത് പട്ടിയാണ് കേട്ടോ. എന്നിട്ട് പട്ടി പേപ്പട്ടിയാവും. ഇതാണ് സാധാരണക്കാരന് ഇവിടെ നിയമത്തിൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ഹണി റോസിനെ പോലെയോ സിദ്ദിഖിനെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെ ഇവർക്ക് തോന്നണം ആ കേസ് എടുത്ത് ചെയ്യണം, പിന്നെ DIG വിളിക്കൂ, സ്ഥലം കമ്മീഷണറെ വിളിക്കൂ, ഓർഡർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കൂ, അത് തോന്നണം. എന്തായാലും നമുക്കൊന്നും സാധാരണക്കാരായ നമുക്കൊന്നും അങ്ങനെ യാതൊരു വലിയ പിടുത്തങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കുടുംബത്തിലെ 3 പേരുടെ ജീവനാണ് ഈ 6 മണി ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് ശരിക്കും ഞെട്ടുകയാണ് ചെയ്തത്. അല്ല, ഇവിടെ പോലീസിന്റെ അനാസ്ഥ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുന്നത് നിരവധി കാര്യങ്ങളില് എന്തുമാത്രം ക്രിമിനലിസം നടക്കണമെന്ന് അറിയാമോ? ഇതിനൊക്കെ പിന്നെ ഒന്ന് പോലീസിനെയും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാല് പോലീസ് ഒരു മനുഷ്യരാണ്. അവർക്കും ഇത്ര മണിക്കൂറിൽ കൂടുതൽ അവർക്ക് ജോലി ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഈ സേനയുടെ സംഖ്യ കുറവാണ്. സേനയുടെ സംഖ്യ കുറവാണ്. അതൊരു വശം മാത്രമാണ്. ബോച്ചയെ പിടിക്കാനായിട്ട് പോയല്ലോ, എല്ലാം കറക്റ്റാണ്. നമ്മൾ ഒരു വശം പറയുമ്പോ ഈ ബോച്ചയെ പിടിക്കാൻ പോയവരിൽ പകുതി വേണ്ട 2 പേർക്ക്. അതിന്റെ അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ പിന്നിലും മുന്നിലും പോകുന്ന പോലീസ് 2 പേർക്ക് പോയിക്കൂടെ? അല്ല, അതിന്റെ അടിസ്ഥാന കാരണം എന്തെന്നറിയോ? അതായത് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സർക്കാരുണ്ടല്ലോ, ആ സർക്കാരാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അല്ലാതെ നമ്മൾ പോലീസിനെ നടക്കാൻ ഇഷ്ടം പോലെ പോലീസ് ഉണ്ടല്ലോ. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തിപ്പാടുന്ന പാട്ടിൽ ആ ഫ്രെയിം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയില് പിന്നെ നായകൻ നടന്നു വരുന്ന പോലെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്ന രംഗം, അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹം അങ്ങനെ. ഇവിടെ അങ്ങ് പിണറായി വിജയന്റെ വീടുണ്ടല്ലോ കണ്ണൂര്, ആ കണ്ണൂരിലെ വീട്ടില് ഒരാളും താമസിക്കാത്ത വീടിന്റെ മുന്നിൽ കാവലിട്ടിരിക്കുന്നത് 4 പോലീസുകാരെയാ. അവര് ഗെയിം കളിക്കുകയായിരിക്കും, ഫോണിലിരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പോലീസുകാര്. വെറുതെ ഒരു 2 നില വീട്, ഒരു വെള്ള പെയിന്റ് അടിച്ച 2 നില വീട് അങ്ങ് പിണറായി. ഏതായാലും ഞാൻ പറയട്ടെ, ഇത് ഐശ്വര്യ കണ്ട സംഗതിയാണ്. വർഷം 8-8.5 വർഷമായി. നമ്മൾ 8 വർഷം കൊണ്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് ഇന്നലെയും പുകഴ്ത്തിപ്പാടിയല്ലോ. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി തന്നെ അദ്ദേഹമാണ്. ഇവിടെ നിസ്സാരം. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ പറഞ്ഞു നിർത്താൻ പറ്റുന്നത് പന്ന്യൻ രവീന്ദ്രൻ സാറിന്റെ മകൻ രൂപേഷ് പന്ന്യൻ ഹണി റോസിന്റെ ഇതിൽ എഴുതിയ ഒരു വായിച്ചൊരുത്. നിയമത്തിന് ജീവൻ വെക്കാനായി ഉന്നതങ്ങളിലേക്ക് ആ സഹോദരിക്ക് വിളിക്കേണ്ടി വന്നു എന്നത് തന്നെ ഉന്നതങ്ങളുമായി ബന്ധമില്ല എങ്കിൽ ജീവൻ ഇല്ലാതാകുന്ന ഒന്നാണ് നിയമം എന്ന ഓർമ്മപ്പെടുത്തലാണ് എന്ന്. അല്ല, ഉന്നതങ്ങളിൽ ബന്ധമില്ലെങ്കിൽ ജീവൻ ഇല്ലാതാകും. തീർച്ചയായിട്ടും നിയമത്തിന് ജീവൻ ഇല്ലാതാകും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. ഹണി റോസിന് കിട്ടിയ നീതിയും ഇവിടെ ഈ വിനിഷയ്ക്ക് കിട്ടാതെ പോയ നീതിയും കയ്യിൽ നിന്ന് പോയ ജീവനുമൊക്കെ, ഈ 3 ജീവന്റെയും ഉത്തരവാദിത്വം പറയേണ്ടത് ഉന്നത ബന്ധം ഇല്ലാണ്ടായി പോയതിന്റെ പേരിലായിരിക്കണമല്ലോ. അല്ല, ഇതില് നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോഴും ഇത് അവസാനിപ്പിക്കുമ്പോഴും പറയുന്നത് ഈ പറയുന്ന ഋതു എന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ആ നാട്ടുകാർ ശരിക്കും പരാതി ഈ അവരുടെ അറിയിക്കേണ്ട അടുത്ത്, അതായത് പോലീസ് സ്റ്റേഷനിൽ അവർ അറിയിച്ചിരുന്നു, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു, കേസ് കൊടുത്തിരുന്നു. ഈ ആക്രമണം നടത്തിയ വീട്ടിലെ ആ യുവതി അല്ലെ, ആ യുവതി വേണു എന്ന് പറയുന്ന ആ പിന്നെ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട ആ മനുഷ്യനെ പറ്റിയിട്ടും അടുത്തുള്ള ആളെ പറ്റിയിട്ടും അപവാദ പ്രചരണം നടത്തി. അതായത് ഇതൊക്കെ തന്നെയും നമ്മളിപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും അതിനൊന്നും നോക്കാൻ നേരെയില്ല. റേഷനില്ല, പെൻഷനില്ല, ഇതൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഇവിടെ സാധാരണ സ്ത്രീകൾക്ക് അപവാദങ്ങളില്ല, ആത്മാഭിമാനമില്ല. അതെ, ആത്മാഭിമാനമില്ല ഒക്കെ ആണെങ്കിലും അദ്ദേഹം ഉദയസൂര്യനാണ്, ചെങ്കതിരാണ്, ചുവന്ന കൊടി പിടിച്ച ആളാണ്, ക്യാപ്റ്റനാണ്. എന്തായാലും നമ്മുടെയൊക്കെ വിധി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ വോട്ട് ചെയ്തവരുടെയും ഈ ഇത്രയും വോട്ട് ചെയ്ത ഈ ആൾക്കാരുടെ വിധിയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരിക എന്നുള്ളത്.